എത്ര വല്ല ദുരന്തം വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ തരണം ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. ഇന്നത്തെ നായകൻ ഇവനാണ്. അതുപോലെ നായിക ഈ ഞാൻ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. അവൻ എന്നെ ചെറുതായിട്ടൊന്ന് തഴുകി വിട്ടു. സംഭവം നടക്കുന്നത് ജൂൺ 19-നാണ്. പക്ഷേ നമ്മൾ ഇന്ന് അവസാനത്തെ വാക്സിനേഷൻ എടുക്കാനാണ് പോകുന്നത്. എന്താണെന്നറിയില്ല, ആ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ വലിയ മടിയായിരുന്നു. ഇങ്ങനെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ മടിയെന്ന് മാത്രമല്ല, ഞാനങ്ങനെ പുറത്തോട്ട് വലിയ കാര്യത്തിൽ ഇറങ്ങാറൊന്നുമില്ല. എങ്ങാണ് ഇതുപോലെ വല്ല അമളി പറ്റിയാൽ മാത്രം ഹോസ്പിറ്റൽ അങ്ങനെ വല്ലതും പോകത്തുള്ളൂ. എന്നെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കുത്തിയിരിക്കുന്നവർ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു ദിവസം വരുമല്ലോ. അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്കും വരട്ടെ. കാര്യത്തിൽ നിന്ന് നമ്മൾ വഴി മാറുന്നു. ജൂൺ 19-ന് സംഭവം നടന്നു കഴിഞ്ഞ ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ പറയുന്നത് ജൂൺ 20-നാണ്. കാര്യം വീട്ടുകാരെ പേടിയാണ്. കാര്യം വീട്ടിലുള്ളവർ പറഞ്ഞത് ആ പൂച്ചയെടുത്തൊന്നും പോകരുതെന്ന്. പക്ഷേ ഞാനതൊന്നും കേട്ടില്ല. എന്നിട്ട് ഞാൻ ചെന്ന് ചാടിക്കൊടുത്തു. അത് മാന്തി. അതുകൊണ്ട് കുറച്ച് ലേറ്റായി പറയാൻ. വാക്സിനേഷൻ ലാസ്റ്റ് ആയതുകൊണ്ട് വലിയൊരു സന്തോഷം മനസ്സിലുണ്ട്. ജീവിതമാകുമ്പോൾ ഇതുപോലുള്ള വള്ളികൾ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ, ഈ വരുത്തുന്നവർ തന്നെ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. പിന്നെ അവിടെ ഇരുന്നപ്പോഴാണ് മുടിയൊക്കെ പൊഴിയുന്നതായിട്ട് അറിഞ്ഞു. പിന്നെ അതൊരു ടെൻഷനായി. പിന്നെ ചിരിച്ചുകൊണ്ടെല്ലാം തരണം ചെയ്യണമേ കേട്ടോ. പത്രകളെ ബൈ ബൈ.